കേന്ദ്ര സർക്കാരിനും ഔദ്യോഗിക ഏജൻസികൾക്കും അവരുടേതായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല. നോട്ട് നിരോധനം നടപ്പാക്കിയപ്പോഴും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വെട്ടിമുറിച്ചപ്പോഴും ഭീകരവാദം തുടച്ചു നീക്കലാണ് മോദി സർക്കാർ ലക്ഷ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. 2019 ഓഗസ്റ്റ് മുതൽ 5 വർഷം കേന്ദ്രം നേരിട്ട് ഭരിച്ച ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് സുപ്രീം കോടതി ഇടപെട്ട ശേഷമാണ്. മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തനം മിക്കവാറും അസാധ്യവും ദുഷ്കരവുമായ വർഷങ്ങളിലൂടെയാണ് ജമ്മു കാശ്മീർ കടന്നുപോയത്. പൊതുപ്രവർത്തകരെ ജയിലിൽ അടച്ചും വീട്ടുതടങ്കലിൽ പാർപ്പിച്ചും അവരുടെ സാമൂഹ്യ ഇടപെടൽ പൂർണ്ണമായി തടസ്സപ്പെടുത്തി. ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്താനാണെന്ന് അവകാശപ്പെട്ട് ദീർഘകാലം ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തി. മാധ്യമ സ്വാതന്ത്ര്യവും തടയുകയായിരുന്നു. ഇതിനെല്ലാം ശേഷം നടത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര ഭരണകക്ഷിയായ BJP വിഘടനവാദികളുമായി ഒളിഞ്ഞും തെളിഞ്ഞും സഹകരിച്ചു. BJPയുടെ കുതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ ജമ്മു കാശ്മീർ ജനത മതനിരപേക്ഷ സഖ്യത്തെയാണ് ഭരണത്തിൽ കൊണ്ടുവന്നത്. ജമ്മു കാശ്മീരിൽ പ്രവർത്തിക്കുന്ന 10,000-കണക്കിന് സൈനികരും ഇതര സുരക്ഷാ ഭടന്മാരും രഹസ്യാന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരും കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ പുൽവാമ ഭീകരാക്രമണം രാജ്യത്തെ രാഷ്ട്രീയ ഗതിയെ തന്നെ മാറ്റിമറിക്കുകയായിരുന്നു. 40 CRPF ജവാന്മാരാണ് പുൽവാമയിൽ വീരമൃത്യു വരിച്ചത്. പുൽവാമ ഭീകരാക്രമണം ആസൂത്രിതമായിരുന്നുവെന്നും സുരക്ഷാ പിഴവുകൾ സംഭവിച്ചതായും ജമ്മു കാശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മലിക് വെളിപ്പെടുത്തിയ കാര്യമാണ്. സുരക്ഷാ പിഴവുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും തന്നോട് നിശബ്ദത പാലിക്കാൻ ആവശ്യപ്പെട്ടതായി മലിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം പൊതുമണ്ഡലത്തിലുണ്ട്. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിരോധിത സംഘടന ലഷ്കർ തായിബയുമായി ബന്ധമുള്ള പ്രാദേശിക സംഘടന റെസിഡൻസ് ഫ്രണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുമുണ്ട്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം രൂപമെടുത്ത സംഘടനയാണ് ഇത്. ജമ്മു കാശ്മീരിൽ തീവ്രവാദത്തിന്റെ നട്ടലൊടിച്ചുവെന്ന് പാർലമെന്റിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയും സൈനികർക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും നേരെ തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടായി. വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണം ജമ്മു കാശ്മീരിനെ തകർക്കുന്നത് തന്നെയാണ്. അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ രൂക്ഷമായ ജമ്മു കാശ്മീരിനെ പിടിച്ചു നിർത്തുന്നത് തന്നെ വിനോദസഞ്ചാര മേഖലയാണ്. ഇവിടെയും അരക്ഷിതാവസ്ഥ ഉണ്ടായാൽ പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ബലത്തിൽ ഈ ഭീകരാക്രമണം നടത്തിയത് ജമ്മു കാശ്മീർ ജനതയുടെ ശത്രുക്കളാണ്. മോദി സർക്കാർ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രകടനമായ ഉദാഹരണമാണ് ജമ്മു കാശ്മീരിന്റെ ഇപ്പോഴത്തെ ഈ സ്ഥിതി. സങ്കുചിത രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുക, വർഗീയ ധ്രുവീകരണം വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് BJP സർക്കാരിന്റെ ഓരോ നീക്കവും. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സംഘപരിവാർ അനുകൂലികൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അതിരൂക്ഷമായ വിദ്വേഷ പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭീകരതയ്ക്ക് മതമില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും എല്ലാവിധ വർഗീയതയും രാജ്യത്തിന് ആപത്താണെന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മതനിരപേക്ഷ പുരോഗമന ശക്തികൾക്കെതിരെ BJPയും ജമാഅത്തെ ഇസ്ലാമിയും കൈകോർത്ത മണ്ണിലാണ് ഭീകരവാദികൾ പണം വളർത്തി ആടിയത്. മനുഷ്യ നന്മയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഭീകരർക്കെതിരെ അണിനിരക്കുക തന്നെ വേണം.